നമുക്ക് അത് പച്ചയ്ക്ക് തന്നെ ചെയ്യും. അത് ഇഞ്ചക്ഷനോ മറ്റുള്ളതൊന്നും തരാൻ സാധിക്കില്ല. അങ്ങനെയാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഒന്നേ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ജീവനുണ്ടോ അത് ഉപയോഗപ്പെടുന്നുണ്ടോ എന്നുള്ള പോലും അറിയില്ല. അയാൾ തമിഴാണ്, തമിഴ്നാട്ടുകാരനായിരുന്നു. നഴ്സിംഗ് അസിസ്റ്റന്റ് പറഞ്ഞു, ഇത്തിരി വേദന ഉണ്ടാവും, നീ കണ്ണടച്ച് കിടന്നോളൂ, ഇത്തിരി സഹിക്കേണ്ടി വരും, ഇത്രയായാലും നമുക്ക് നോക്കുക. അയാൾ ഗ്ലൗസ് ഇട്ട് ഇവിടെയുള്ള മാംസം ശരിക്കും ഈ മിക്സിയിലിട്ട് അരച്ച പോലെയുള്ള മാംസമായിരുന്നു ഇതിൻ്റെ ജോയിൻ്റ് മുഴുവൻ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും റൗണ്ടിൽ അതങ്ങനെ വാരിക്കൂട്ടുകയാണ്. അങ്ങനെ വാരി വെച്ച് ഇങ്ങനെ അതിലിട്ട് മരുന്ന് വെച്ച് കുത്തുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം 1.5 മാസത്തോളം ഞാൻ ആരാണ്, എന്താ പറയണത്, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞു. അപ്പോൾ ഈ കേബിളിൽ നിങ്ങൾ തങ്ങി കിടന്നു, പുറത്തോട്ട് സൂസൈഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ജമ്പ് ചെയ്തത്. ആ കേബിളിൽ തങ്ങി കിടന്നു. താഴത്തുമില്ല മുകളിലുമില്ല, 2 കയ്യും ഇല്ല 2 കാലും ഇല്ല. ശരിക്കൊരു നമ്മളൊരു തീപ്പെട്ടി കമ്പനിയിലൊരു ഉരുള പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ സീനിയേഴ്സിനെ കാണുമ്പോൾ നമുക്കൊന്നും പറ്റിയിട്ടില്ല. അവിടെ നിന്നാണ് പിന്നീട് ഒരു ജീവിക്കണം, നടക്കാം, എനിക്ക് സാധിക്കും ഇനി എന്നുള്ള ചെറിയൊരു ആത്മവിശ്വാസം പൂനെ ചെന്ന ശേഷം വന്നത്. ആഗസ്റ്റ് 15 ഇന്നപോലെ സേനാ മെഡൽ വന്നിട്ടുണ്ട്, ഇന്നപോലെയാണ്. അപ്പോൾ അത് ഇവിടെ NCC വന്ന പിന്നെ അത് മേടിക്കാൻ ഉദംപൂർ പോകണമെന്ന് പറഞ്ഞു. അത് അവിടെ നിന്ന് ട്രെയിനിങ് ചെയ്യിച്ചിട്ടേ ഔട്ട് ചെയ്യുള്ളൂ. പൂനെയിൽ ആർട്ടിഫിഷ്യൽ ലിംബ് സെന്ററിൽ പോയി അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് അളവെടുത്ത് കഴിഞ്ഞ് ഒരു ട്രയൽ കാല് തരും. ഫിനിഷ് ചെയ്യാതെ ഒരു ട്രയൽ കാല് തന്ന് അത് നടന്ന് ഡോക്ടർമാരുടെ മുന്നിൽ നമ്മൾ നടന്ന് കാണിക്കണം. ആ ടെലിഫോൺ വയറിൽ തങ്ങി നിന്നു പകുതി വഴിക്ക് താഴെ എത്തിയില്ല. ആ ടെലിഫോൺ കറുപ്പ് വയറുകൾ അത് നിറച്ചു പോകണ്ടെന്ന് അതിൽ അങ്ങനെ ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല, മരിക്കണമെന്ന് സൂസൈഡ് ടെൻഡൻസി എങ്ങനെ നിങ്ങളുടെ മനസ്സിൽ വരിക പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദന ഒന്നാമത്തെ സഹിക്കണില്ല. വിളിച്ചു കഴിയുമ്പോൾ അവിടെ ഈ വേൾഡ് കപ്പ് ക്രിക്കറ്റ് നടന്നുകൊണ്ടിരിക്കുക. അവിടെ എല്ലാവരും കൂടി ഒരേ ബഹളവും നിലവിളി. ഇപ്പോൾ ഒരാൾ വന്ന് ഈ കട്ടിലിൻ്റെ അടുത്ത് നിന്ന് ഈ തൊട്ട് കഴിഞ്ഞാൽ മൊത്തം വേദന എടുക്കുക പോലെ ശരീരം വേദനയാണ്. അങ്ങനെയാണ് ശരീരം മൊത്തം വേദന എടുക്കുമ്പോൾ ഈ ഇതിൻ്റെ വേദന ആരെങ്കിലും അടുത്ത് പോലും വരാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആ സമയത്ത്. ഒരു ജീവിക്കും, ഒരു മനുഷ്യ ജീവിക്കുന്നല്ല, ഒരു ജീവിക്കും, ഒരു മൃഗത്തിന് പോലും അങ്ങനെ ഒരു വേദന കൊടുക്കരുതെന്ന് ആ സമയങ്ങളിൽ തോന്നിയിട്ടുണ്ട്. ഇവിടെ വീണ്ടും കമ്പി കെട്ടണമെന്നുണ്ടെങ്കിൽ ഈ മെയിൻ ബോൺ ഉണ്ടല്ലോ, അതും പൊട്ടി ഡാമേജ് ഉണ്ടാകും. ഈ ബോണാണ് പൊട്ടിയിരിക്കുന്നത്, ഇവിടേക്കൊന്നും ഒരു ഡാമേജ് ഇല്ല. അതല്ല പോയസം കാരണം മറിച്ച് പറ്റിയത്. അപ്പോ മെയിൻ പൊട്ടിയത് തൊടയിലാണ്. തൊടയിലാണ്, തൊടയില് 4-5 പീസ് അത് പൊടിഞ്ഞു കിടക്കണല്ലേ, ഇത് പൊടിഞ്ഞു കിടക്കായിരുന്നു. അതുകൊണ്ടാണ് ഈ സംഭവം ഇവിടുന്ന് മാറ്റേണ്ടത്. ഇത് വന്നിട്ട് ഈ മുട്ടിന് താഴേക്ക് പോയസൺ കയറി. അതിന്റെ ഡബിൾ ആക്ഷൻ ബുള്ളറ്റിലുള്ള മരുന്ന്, എക്സ്പ്ലോസീവിന്റെ മരുന്ന് മൊത്തം ഈ താഴത്തിൽ പോയി താഴത്ത് തൊട്ട് അതിന്റെ പോയസൺ കയറിയതാണ്. ഈ 3-4 ദിവസത്തിനുള്ളിൽ തങ്താർന്ന് ഈ ശ്രീനഗർ എത്തുന്നതിൻ്റെ ഉള്ളിൽ ആ പോയസൺ കയറിയ കാരണമാണ് ശ്രീനഗർ വെച്ച് അവർ അംപ്യൂട്ടേഷൻ ചെയ്ത് മാറ്റിയത്. 2 ദിവസം കൂടി കഴിഞ്ഞാണ് ഈ ജോയിൻ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ടാവും. ഇടുപ്പ് ജോയിൻറ്റിൻ്റെ അവിടെ നിന്ന് മാറ്റേണ്ടി വരും. അങ്ങനെയാണ് പറഞ്ഞത് പട്ടാമ്പിയിലുള്ള അസുഖ സാർ അസിസ്റ്റൻ്റ്. അപ്പോൾ ഓരോ ദിവസം കൂടുമ്പോഴും പോയസൺ കയറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം മേധ സഹോദരൻ പിന്നെ ഈ 3 റോഡ് ഇവിടെ ഇങ്ങനെ ഒരു 3 കുറ്റി ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇവിടെ 2 കുറ്റി വെച്ചിട്ടുണ്ട്. ഇതിന്നിങ്ങനെ 2 റോഡ് വെച്ചിട്ട് നെറ്റ് ബോൾട്ടിട്ട് മുറുക്കിയിട്ടുണ്ട്. അപ്പോൾ കാലം അങ്ങോട്ടും ചരിയില്ല, വേദനയില്ല, ഈ എല്ലുകൾ തമ്മിൽ ജോയിൻ്റ് ആവുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് ബാക്കിയെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മരുന്ന് ഡ്രസ്സിങ് ചെയ്യാൻ വരും ആൾ. ആ വരുന്ന ടൈമിൽ നമുക്ക് അത് പച്ചയ്ക്ക് തന്നെ ചെയ്യും. അത് ഇഞ്ചക്ഷനോ മറ്റുള്ളതൊന്നും തരാൻ സാധിക്കില്ല. അങ്ങനെയാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഒന്നേ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ജീവനുണ്ടോ അത് ഉപയോഗപ്പെടുന്നുണ്ടോ എന്നുള്ള പോലും അറിയില്ല. അയാൾ തമിഴാണ്, തമിഴ്നാട്ടുകാരനായിരുന്നു. നഴ്സിംഗ് അസിസ്റ്റന്റ് പറഞ്ഞു, ഇത്തിരി വേദന ഉണ്ടാവും, നീ കണ്ണടച്ച് കിടന്നോളൂ, ഇത്തിരി സഹിക്കേണ്ടി വരും, ഇത്രയായാലും നമുക്ക് നോക്കുക. അയാൾ ഗ്ലൗസ് ഇട്ട് ഇവിടെയുള്ള മാംസം ശരിക്കും ഈ മിക്സിയിലിട്ട് അരച്ച പോലെയുള്ള മാംസമായിരുന്നു ഇതിൻ്റെ ജോയിൻ്റ് മുഴുവൻ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും റൗണ്ടിൽ അതങ്ങനെ വാരിക്കൂട്ടുകയാണ്. അങ്ങനെ വാരി വെച്ച് ഇങ്ങനെ അതിലിട്ട് മരുന്ന് വെച്ച് കുത്തുകയാണ്, എന്നിട്ട് വെച്ച് കെട്ടുകയാണ്. അത് കുറച്ച് ഒട്ടും ചിലതവിടെ അടന്ന് വീഴും, ചിലതൊട്ടും ചിലത് വീഴും. അങ്ങനെ ഒരു 10-25 ദിവസം ആ മരുന്ന് വെച്ചിട്ട് അവർ ഒട്ടി പാക്ക് ചെയ്തു. ചിലപ്പോൾ പ്ലാസ്റ്ററിങ് ചെയ്യും, ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് പ്ലാസ്റ്ററിങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ദിവസം കഴിഞ്ഞ് സ്മെല്ല് വരാൻ തുടങ്ങുക. അപ്പോഴേ അതിനെ പ്ലാസ്റ്റർ വെട്ടിമാറ്റി വേറെ
വേറെ കയറ്റും. കയറ്റി പിന്നെയും ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഈ മാംസക്കേട് വന്നതിനെയൊക്കെ മാറ്റി അതിനെ വേറെ ഒട്ടിച്ച് വെച്ചിട്ട് മരുന്ന് തേച്ച് വയ്ക്കുക. പിന്നെ ഈ കാലിന് തൊലിയെല്ലാം എടുത്തിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്തു ലാസ്റ്റ്. അതിലാണ് സക്സസ് ആയത് ലാസ്റ്റ്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ സംഭവങ്ങളെല്ലാം, ഈ ട്രീറ്റ്മെൻറ്റും ഈ കാല് മുറിക്കപ്പെട്ടതും ഈ സംഭവങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് ആദ്യം ഒരു മരിച്ചെന്നുള്ള ടെലിഗ്രാം ഇവിടെ വന്നു. അതെ സാർ. പിന്നെ അൺകോൺഷ്യസ് ആണ് പറഞ്ഞു വന്നു. വീട്ടുകാർക്ക് അപ്പോൾ കുറച്ച് സമാധാനം വന്നോ? അതോ ഇവിടുന്ന് ആരെങ്കിലും അങ്ങോട്ട് എത്തിയോ? ഇവിടുന്ന് ഈ ചേട്ടൻ വന്നായിരുന്നു, ജേഷൻ. എവിടെ? ശ്രീനഗറിലോട്ട് വന്നു? അല്ല, ഉദംപൂരിലേക്ക്. ഉദംപൂരിൽ വന്നു. ഓഹോ. അപ്പം ഞാൻ പറഞ്ഞു വന്ന് കണ്ടതും പെട്ടെന്ന് എനിക്ക് വിഷമം തോന്നി. എന്താണെന്ന് വെച്ചാൽ വീട്ടുകാരറിഞ്ഞു. ഈ ടെലിഗ്രാം വന്നൊന്നും എനിക്കറിയില്ലല്ലോ. അതെ, അതറിയുന്നില്ല, നമ്മൾ അറിയിക്കില്ല. വീട്ടിൽ നിന്ന് ചേട്ടൻ വന്നപ്പോഴാണ് നീ എങ്ങനെ അറിഞ്ഞു ഇവിടെ വന്ന്, എന്തിനു വന്ന്, വീട്ടുകാരൊക്കെ അറിഞ്ഞോ? ഞാൻ വീട്ടുകാരനെ അറിയിക്കണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും ഒന്നും അറിയിക്കായിരുന്നു. അതിപ്പോൾ ഒന്നുമില്ല. അപ്പം തന്നെ എന്നെ നോക്കാൻ അവിടുന്ന് ഒരാൾ ഡീറ്റെയിൽ ഉണ്ടായിരുന്നു, സുകുമാരൻ നായർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ആൾ. പുള്ളിയാണ് ചേട്ടനെ ഹോസ്പിറ്റലിൻ്റെ വാർഡിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ. അടക്കമാണ് ഹോസ്പിറ്റലിൽ ഗേറ്റ് വരയ്ക്ക് മറ്റുള്ളവരെ കടത്തുള്ളൂ, അതിൻ്റെ ഉള്ളിലേക്ക് കടത്തില്ല എന്നുള്ളതിന് പുള്ളി എൻ്റെ അറ്റൻഡറെ പോയിട്ട് കൂട്ടി എന്നെ കാണിക്കാൻ കൊണ്ടുവന്നും കണ്ടു. അന്ന് തന്നെ ഒരു അരമണിക്കൂർ നിൽക്കാൻ അയച്ചുള്ളൂ. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞു. കുഴപ്പമില്ല, നിങ്ങൾ വിട്ടോളൂ, ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ആൾ വയലുണ്ടാവും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം 1.5 മാസത്തോളം ഞാൻ ആരാണ്, എന്താ പറയണത്, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞു. ഈ കാലപ്പതിൻ്റെ ആ ടൈമിൽ ഈ വേൾഡ് കപ്പിൻ്റെ എന്തോ ക്രിക്കറ്റോ അങ്ങനെ എന്തോ കളി നടക്കുകയും ചെയ്യാം. അതിൻ്റെ ഇടയിൽ ഒരു സൂസൈഡ് ട്രൈ ചെയ്തു, 1 മുതൽ 2 പ്രാവശ്യം. സൂസൈഡ് ചെയ്യാൻ എവിടെ? കമൺ ഹോസ്പിറ്റലിൽ വെച്ചിട്ട്, നിങ്ങളോ? ഉദംപൂരിൽ വെച്ചിട്ട്. അത് വേദന സഹിക്കാൻ വയ്യാണ്ടും അവരുടെ ഈ കളിപ്രാന്തും ഇത് കാരണം. അപ്പൊ അതിനവിടെ അതിനുള്ള സാഹചര്യം ഒന്നും ഇല്ലല്ലോ? ഉണ്ട്. ഈ ജനലോരത്തെ കിടക്കണ വാർഡ്, ഈ ജനലിൽ കമ്പികളില്ല. ഇല്ല. ജനല് തുറന്ന് താഴത്തേക്ക് ചാടിയത്. ഈ കാലിൽ വലിച്ചുകൊണ്ട് ചാടിയത്, ജനലിൽ നിന്ന് താഴത്തേക്ക് വീണത്. വീണ ടെലിഫോൺ വയറുകൾ പോകുന്നുണ്ട്. ആ ടെലിഫോൺ വയറിൽ തങ്ങി നിന്നു പകുതി വഴിക്ക്. താഴെ എത്തിയില്ല. ടെലിഫോണിൻ്റെ ആ കറുപ്പ് വയറുകൾ അത് നിറച്ചു പോകണ്ടെന്ന്. അതിൽ അങ്ങനെ ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല, മരിക്കണമെന്ന് സൂസൈഡ് ടെൻഡൻസി എങ്ങനെ നിങ്ങളുടെ മനസ്സിൽ വന്നു? മനസ്സിൽ വരിക പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദന ഒന്നാമത്തെ സഹിക്കണില്ല. വിളിച്ചു കഴിയുമ്പോൾ അവിടെ ഈ വേൾഡ് കപ്പ് ക്രിക്കറ്റ് നടന്നുകൊണ്ടിരിക്കുക. അവിടെ എല്ലാവരും കൂടി ഒരേ ബഹളവും നിലവിളി. ഇപ്പോൾ ഒരാൾ വന്ന് ഈ കട്ടിലിൻ്റെ അടുത്ത് നിന്ന് ഈ തൊട്ട് കഴിഞ്ഞാൽ മൊത്തം വേദന എടുക്കും പോലെ ശരീരം വേദനയാണ്. അങ്ങനെയാണ് ശരീരം മൊത്തം വേദന എടുക്കും പോലെ ഇതിൻ്റെ വേദന ആരെങ്കിലും അടുത്ത് പോലും വരാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആ സമയത്ത്. ഒരു ജീവിക്കും, ഒരു മനുഷ്യ ജീവിക്കുന്നല്ല, ഒരു ജീവിക്കും, ഒരു മൃഗത്തിന് പോലും അങ്ങനെ ഒരു വേദന കൊടുക്കരുതെന്ന് ആ സമയങ്ങളിൽ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ കേബിളിൽ നിങ്ങൾ തങ്ങി കിടന്നു, പുറത്തോട്ട് സൂസൈഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ജമ്പ് ചെയ്തത്. ആ കേബിളിൽ തങ്ങി കിടന്നു, താഴത്തുമില്ല മുകളിലുമല്ല, എയറിൽ കിടന്നു. ഇത് ആര് കണ്ടു? പിന്നെ അവിടെ കളി കഴിഞ്ഞ് വരുമ്പോൾ അടുത്ത ബെഡിലുള്ള ആള് നിലവിളിക്കുന്നുണ്ട്. തൊട്ടടുത്ത ബെഡിലെ ആള് കളി കാണാൻ പോയിട്ടില്ല. ഈ വീൽ ചെയറിലും മറ്റുള്ളവരിൽ ഇരിക്കുന്നവരൊക്കെ പോയി കാണുന്നത്. തൊട്ടടുത്തുള്ള ആള് ഞാൻ ഈ ജനലിൽ കൂടെ നിറങ്ങി വീണത് കണ്ടിട്ടുണ്ട്. അയാള് നിലവിളിക്കുമ്പോൾ അവിടെ കേൾക്കുന്നില്ല. അവിടെ ക്രിക്കറ്റ് കളിയുടെ അമർത്ത് അതിൽ കൂക്കി വിടുക. പിന്നെ ഈ കളിയുടെ ഈ നിലവിളി നിന്നിട്ട് പിന്നെ ഈ വീട്ടിൽ കിടക്കുന്ന അടുത്ത വീട്ടിൽ കിടക്കുന്ന ആളെ നിലവിളിച്ച പിന്നെയാണ് അവർ കേട്ടിരിക്കുന്നത്. നേഴ്സിംഗ് അസിസ്റ്റന്റ് ഓടിപ്പോയി ലാസ്റ്റ് അവിടെയുള്ള വരുന്നതെല്ലാം വിളിച്ച് ഫയർഫോഴ്സ് പറഞ്ഞ് അവർ ആരെയൊക്കെ വിളിച്ചതാണെന്ന്. പിന്നെ അവർ എല്ലാവരും കൂടി വന്നു, അവിടെ നിന്നെല്ലാം കെട്ടിയിറക്കി ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി. എനിക്ക് ഇത് കാണുന്ന വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കാല് മുറിക്കപ്പെട്ടു, സഹിക്കാൻ പറ്റാത്ത ആ വേദനയിൽ സൂസൈഡ് ചെയ്യാം എന്ന് വിചാരിച്ച് ജനൽ തുറന്ന് പുറത്തോട്ട് ഈ ഒരു കാലിൻ്റെ സ്വാധീനം വെച്ചുകൊണ്ട് ചാടിയ വ്യക്തി കറണ്ടിൻ്റെയും കേബിളിൻ്റെയും അതിൻ്റെ മേലെ എയറിൽ കിടന്ന ഒരു അവസ്ഥ എനിക്ക് പ്രേക്ഷകരോട് വിവരിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അത്രയും വേദനകൾ സഹിച്ച്
അതിനെല്ലാം അതിജീവിച്ച് അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങൾ, കഴിഞ്ഞു പോയ ആ സംഭവങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുകയാണ്. ചോദിക്കാം ബാക്കി കാര്യങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർ പറഞ്ഞു, മരിക്കണേ നീ അവിടെ മരിക്കണ്ടേ, ഇനി ഇവിടെ മരിക്കാൻ ചോദിച്ചാൽ അന്ന് ഒന്നൊരു അടി കിട്ടി. കഴിഞ്ഞ ബോധം വന്ന എനിക്കൊരു അടി കിട്ടി. മരിക്കണമാണെങ്കിൽ ആ വെടിയേറ്റ സമയത്ത് അവിടെ നീ മരിക്കണമായിരുന്നു. ഇവിടെ വന്നിട്ട് നീ സ്വയം സൂസൈഡ് ചെയ്യാൻ ഞങ്ങൾ എന്തിനു കഷ്ടപ്പെടുത്തി ഇത്രത്തോളം എല്ലാം ഞങ്ങള് ബുദ്ധിമുട്ടിട്ട് നീ സ്വയം ജീവനെ കളയാണല്ലോ എന്ന് പറഞ്ഞിട്ട് തല്ലി ഡോക്ടർ. അത് സ്നേഹത്തിലുള്ള ഇതാണ്. ഓക്കെ, നമ്മളുടെ ഒരു നല്ല ഭാവിക്ക് വേണ്ടിയിട്ട്. പക്ഷെ ആ ഡോക്ടർ പറഞ്ഞു, പിന്നെ ഇരുത്തി കൺസൾട്ടിങ് ചെയ്ത് ഒരു 10 മിനിറ്റ് 15 മിനിറ്റോളം നിന്ന് സംസാരിച്ച് വാർഡിൽ വന്നിട്ട് ബോധം വന്നതിന് ശേഷം അന്ന് മുതൽ എനിക്ക് ഒരു നേഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. കോയമ്പത്തൂരുള്ള ഒരു നേഴ്സാണ്. അവരെടുത്ത് വൈകുന്നേരം കഴിഞ്ഞാൽ എനിക്കൊരു ഇഞ്ചക്ഷൻ വേണം, അപ്പോഴേ എനിക്ക് ഉറക്കം വരുള്ളൂ. അത് ഒരു 3-4 ദിവസം, ഒരു 10-20 ദിവസമൊക്കെ ഒരു ശരിയായിട്ടുള്ള ഉറങ്ങാനുള്ള ഇഞ്ചക്ഷൻ തന്നെന്ന് പറയുന്നുണ്ട്. പിന്നീട് ഡോക്ടർ പറഞ്ഞു എനിക്കതൊരു ഇതായി പോകും, ഇഞ്ചക്ഷൻ ഇല്ലാണ്ട് ഉറക്കമില്ലാണ്ടാവും പറഞ്ഞു. അപ്പം ഞാൻ എപ്പോഴും നിലവിളിക്കുന്ന വേറെ നേഴ്സ് വന്നു, അവരെല്ലാം ചീത്ത പറയില്ലാണ്ട് ആരും ഇഞ്ചക്ഷൻ തരില്ല. അപ്പോൾ ഈ മാഡം തന്നെ വന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പോയാൽ വൈകുന്നേരത്തെ ആകുമ്പോൾ റൗണ്ടിന് വരുമ്പോൾ അവിടെ വരും, ഇഞ്ചക്ഷൻ തരിക പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ലാസ്റ്റ് മനസ്സിലാക്കി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഗ്ലൂക്കോസ് വെള്ളമാണ് അവർ സിറിഞ്ചിലാക്കി ആ ഒരു ഇഞ്ചക്ഷൻ കിട്ടിയാലേ ഉറക്കം വരുള്ളൂ. അങ്ങനെ ഒരു ഇതായിപ്പോയി. ഒരുവിധം മാറി, എന്നാലും ഇഞ്ചക്ഷൻ വേണം. അപ്പോൾ വൈകുന്നേരം കഴിഞ്ഞാൽ ഇതാ അപ്പോൾ വേറെ നേഴ്സുമാരടുത്ത് ഇവർ വല്ല പറയുന്നത് കേട്ടപ്പോഴാണ് ഇത് ഗ്ലൂക്കോസ് വെള്ളം കുത്തി വയ്ക്കണത്. അപ്പോഴും ഉറങ്ങും. എന്തായാലും ഒരു ഇഞ്ചക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉറങ്ങി. ആ ഒരു ലെവലായി. കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ ഹാബിറ്റ് മാറ്റി, പിന്നെ ഗുളിക ഉണ്ടായിരുന്നു അത് മാറ്റി, അങ്ങനെ ഓരോന്നോരോന്ന് മാറ്റി ഒരുവിധം അവിടെ നിന്ന് സെറ്റായി. കാലിലെ ഒരു മുറിവെല്ലാം ഉണങ്ങി. അവിടെ നിന്ന് ഒരാളിനെ അറ്റൻഡർ വിട്ട് നേര് പൂനെക്ക് വിട്ടു. പൂനെ വന്നിട്ട് അപ്പോൾ ഈ കമാൻഡ് ഹോസ്പിറ്റലിൽ എത്ര കാലം ഉണ്ടായിരുന്നു? 1.5 മാസം. ഓക്കെ. അവിടെ നേരെ പൂനെക്ക് വിട്ടു. പൂനെയിൽ വന്നു. ഏതാണ്? AFMC ആണോ? ALC, ആർട്ടിഫിഷ്യൽ ലിംബ് സെന്റർ. ആർട്ടിഫിഷ്യൽ ലിംബ് സെന്റർ. അപ്പോൾ അവിടെ വന്നപ്പോൾ എനിക്കൊന്നും പറ്റിയിട്ടില്ല. ജീവൻ ഡബിളായിപ്പോയി. എനിക്കൊന്നും പറ്റിയിട്ടില്ല. എൻ്റെ ഒരു നഖം മാത്രമേ പോയിട്ടുള്ളൂ, കാല് പോയിട്ടില്ല. അത്രയും എനർജി എനിക്ക് അവിടെ ആർട്ടിഫിഷ്യൽ ലിംബ് സെന്ററിൽ കിട്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ലിംബ് സെന്റർ 2 കൈ 2 കാല് ഇല്ലാത്ത ജവാൻസ് അവിടെ ഉണ്ട്. നമ്മളെ വെച്ച് കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. ഈ ബോംബ് ബ്ലാസ്റ്റിലൂടെ ഫയറിംഗ് ഏറ്റിട്ടും 2 കാലും 2 കൈ നഷ്ടപ്പെട്ടവര് നമ്മളെക്കാളും സീരിയസ് അവസ്ഥയുള്ളവരുടെ ഉണ്ട്. അവിടെ വെച്ചിട്ട് നമ്മൾ സ്വയം മനസ്സിലാക്കി എൻ്റെ ഒരു കാല് മാത്രമേ പോയിട്ടുള്ളൂ, എന്നെ വെച്ചിട്ട് കൂടുതൽ അവയവങ്ങൾ നഷ്ടപ്പെട്ടവർ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ എനിക്കെന്താ ഒരു ആശ്വാസം തോന്നി. എനിക്കൊരു നഖമേ പോയിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ. അവിടെ പോയി കഴിഞ്ഞാൽ അത് കാണുമ്പോൾ എനിക്ക് എൻ്റെ കയ്യിലെ കാലിലെ ഒരു നഖം പോയി, അത്ര ഞാൻ വിചാരിച്ചുള്ളൂ. കാല് പോയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവിടുത്തെ അവസ്ഥ കാണുമ്പോൾ 2 കൈ 2 കാല് ഇല്ലാത്ത ആൾക്കാരവിടെ. അതൊന്ന് സ്നോവിൽ, ചിലർ ട്രെയിനിൽ, ചിലർ വണ്ടി ആക്സിഡൻറ്റിൽ, ചിലർ പെട്രോളിൽ പോയിട്ട് മഞ്ഞിനടിപ്പെട്ടിട്ട് 2 കയ്യുമില്ല 2 കാലുമില്ല. ശരിക്കൊരു നമ്മളൊരു തീപ്പെട്ടി കമ്പനിയിലൊരു ഉരുള പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ സീനിയേഴ്സിനെ കാണുമ്പോൾ നമുക്കൊന്നും പറ്റിയിട്ടില്ല. അവിടെ നിന്നാണ് പിന്നീട് ഒരു ജീവിക്കണം, നടക്കാം, എനിക്ക് സാധിക്കും ഇനി എന്നുള്ള ചെറിയൊരു ആത്മവിശ്വാസം പൂനെ ചെന്ന ശേഷം വന്നത്. ഞാൻ ഇതിനെ അതിജീവിക്കാൻ പറ്റും, എനിക്ക് നടക്കാൻ പറ്റും, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാല് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന അവിടെ ചെന്നിട്ടാണ്. അപ്പോൾ അത് സഡൻലി ചെയ്യാൻ പറ്റില്ലല്ലോ. വീണ്ടും അവിടെ പോയി റീസർജറി വേണ്ടി വരില്ലേ? ഇല്ല, അവിടെ പോയി ഡോക്ടറെല്ലാം ചെക്ക് ചെയ്തു, കറക്റ്റ് വീണ്ടും കാലിന് അളവെടുത്തു. അപ്പോൾ കാലിൻ്റെ അളവിൽ 2-3 ടൈപ്പ് അവിടെ കാലുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഡോക്ടറുടെ സെക്ഷനാണ്, അവിടെയുള്ള ഡോക്ടറിൻ്റെ. അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞല്ലോ, ജ്യേഷ്ഠൻ അവിടെ കാണാൻ വന്നല്ലോ നിങ്ങളെ. അദ്ദേഹം ഉടനെ ഇങ്ങോട്ട് നാട്ടിലോട്ട് തിരിച്ചു വന്നു. പുള്ളി ജോലി സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്കായി. അപ്പോൾ ആ ജ്യേഷ്ഠൻ കാണാൻ വന്ന് ഒറ്റ പ്രാവശ്യം കാണാൻ പറ്റിയിട്ടുള്ളൂ, 1/2 മണിക്കൂർ. പിന്നെ കുടുംബക്കാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കത്തുകൾ എഴുതാൻ പറ്റുമായിരുന്നോ? കത്തുകൾ എഴുതാൻ ഞാൻ കത്തുകൾ അങ്ങനെ എഴുതാറുമില്ല. അതിന് പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു അല്ലേ?
എന്താണെന്ന് വെച്ചാൽ വീട്ടുകാരനെ അറിയിക്കണ്ട എന്നുള്ള മെയിനായിട്ടുള്ള ഒരു ഉദ്ദേശം. അല്ല, വീട്ടുകാരെ അറിയിക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും അവർ അറിഞ്ഞല്ലേ പറ്റുള്ളൂ. എൻ്റെ ഒരു അവയവം നഷ്ടപ്പെട്ടു, പാകിസ്ഥാൻകാരുടെ വെടിയേറ്റതാണ്, എൻ്റെ കാൽ മുറിച്ച് മാറ്റപ്പെട്ടു, ഞാനൊരു അവയവം ലീവ് കഴിഞ്ഞ് പോയപ്പോൾ ഫുൾ ആരോഗ്യവനായി പോയ ഒരു ആൾ, ഇനി ഞാൻ ഈ ഒരു അവസ്ഥയിൽ തിരിച്ചു പോകുമ്പോൾ അവർക്ക് വലിയൊരു ഷോക്ക് വരും, അത് കാരണം ഞാൻ അറിയിച്ചേ പറ്റൂ എന്നുള്ളൊരു മനസ്സിലൊരു ചിന്ത വന്നോന്നാണ് എൻ്റെ ചോദ്യം. ഇല്ല, എന്താണെന്ന് വെച്ചാൽ വീട്ടുകാരറിഞ്ഞ അമ്മയും പാറിനും ഒരു ഭയങ്കരമായിട്ടുള്ള ഫീലിങ്സ് ആയിരിക്കും. നേരിട്ട് കാണുമ്പോൾ അപ്പോഴേക്കപ്പോഴും ആള് ജീവനോടുകൂടി ഉണ്ടല്ലോ. ഓ അങ്ങനെ കരുതി. അതായത് ഈ കാലിട്ടിട്ട് പോയാൽ ഒരു ഫോണിലൂടെയോ അല്ലെങ്കിൽ ഒരു കത്തിലൂടെയോ വിളിച്ച് നമ്മളുടെ വിഷമം അറിയിക്കുമ്പോൾ നിങ്ങളെ നേരിൽ കാണാത്തത് കാരണം അവർ ഒരുപാട് ഡെസ്പായി പോകും. അത് കാരണം ഞാൻ നേരിൽ വന്ന് എൻ്റെ ഫേസ് അവർ കാണുമ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ട് അത്ര ഭയങ്കര ഷോക്ക് അവർക്ക് വരില്ല എന്നാണ് നിങ്ങൾ കരുതിയത്. അതുപോലെ ഈ വെപ്പുകാല് വെച്ച് ഡ്രസ് ഇട്ട് കഴിയുമ്പോൾ കാല് പോയത് അറിയില്ല. അപ്പൊ അവരുടെ വിഷമങ്ങൾ ഇത്തിരി കുറയും. ഇല്ല വെച്ചാൽ ഇപ്പോൾ കാണുന്നത് വരയ്ക്കും വീട്ടുകാരും മറ്റുള്ളവരെല്ലാവരും വിഷമിക്കും. എന്തായോ ഏതായോ എങ്ങനെയാണോ എന്താണെന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളത് അറിയിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ പൂനെയിൽ നിന്ന് ആർട്ടിഫിഷ്യൽ വെച്ചു തിരിച്ചെങ്ങോട്ട് വന്നു? ഉദംപൂരിലേക്ക് തിരിച്ചവരയച്ചു. വീണ്ടും ഉദംപൂർ ഹോസ്പിറ്റലിലേക്ക്, കമാൻഡ് ഹോസ്പിറ്റലിലേക്ക്. അവിടെ ബോർഡ് നടക്കണം, മെഡിക്കൽ ബോർഡ്. അശോക് കുമാർ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറായിരുന്നു. അയാൾ ടെമ്പററി ബോർഡാണ് തന്നത്. 6 മാസത്തേക്ക് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഈ കാല് വീണ്ടും മുറിക്കേണ്ടി വരും എന്നുള്ളത് 6 മാസത്തേക്ക് തന്ന് ഉദംപൂരിലേക്ക് അയച്ചു. അവിടെ ബോർഡ് കഴിഞ്ഞതിന് ശേഷം സെൻട്രൽ ഷിലോങ്ങിലേക്ക് അയച്ചു. മേഘാലയ സ്റ്റേറ്റിൽ ഷിലോങ് സെൻട്രലിലേക്ക്. സെൻട്രലിൽ പോയി അവിടെ തണുപ്പ് കൂടുതലാണ്. പണ്ട് ആർമിയിൽ ജോയിൻ ചെയ്തപ്പോൾ ട്രെയിനിങ് ചെയ്ത അതേ സെൻട്രലിലോട്ട് വീണ്ടും തിരിച്ചയച്ചു. സെൻട്രലിൽ പോയി ഒരു 2 മാസം 3 മാസത്തോളം അവിടെ ഇരുന്നു. അവിടെ ചെറുതായിട്ടുള്ള എന്തെങ്കിലും ഓഫീസ് വർക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു, സാറേ ഈ തണുപ്പാണ് ഒരുപാട് ബുദ്ധിമുട്ട്, എനിക്ക് നടക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല, എല്ലാവരുടെയും വീങ്ങി പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ സിഒക്ക് ലെറ്റർ എഴുതി, അവിടെ ക്ലർക്കിനോട് പറഞ്ഞു, ലെറ്റർ എഴുതിച്ചപ്പോൾ സിഒ പറഞ്ഞു ഓക്കെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സാറേ ഒരു അറ്റാച്ച് വിട്ട് കഴിഞ്ഞാൽ വലിയൊരു തണുപ്പ് ഫീൽഡ് പീസ് ഏരിയക്ക് എവിടെയെങ്കിലും വിടണം പറഞ്ഞു. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു പീസ് ഏരിയ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ രാജസ്ഥാനിലായിരിക്കും, ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും, എവിടെ അയച്ചാലും ഈ തണുപ്പാണ്, കാല് പൊട്ടും വേദനയും വിങ്ങലാണ് എന്നാണ്. അപ്പോൾ സിഒക്ക് വിളിച്ച് പറഞ്ഞു. സിഒ ശരി എന്ന് സംസാരിച്ചപ്പോൾ നിൻ്റെ അടുത്ത് ഏതെങ്കിലും യൂണിറ്റുണ്ട്, വീട്ടിൻ്റെ അടുത്തായിട്ട് എവിടെയെങ്കിലും? NCC യൂണിറ്റുണ്ട് സാറേ പറഞ്ഞു. ഏതാ ചോദിച്ചു? 27 കേരളയുണ്ട്. അപ്പോൾ ഇവിടെ 27 കേരളയിൽ കർണൽ ആൻഡ്രൂസ് ആണ്. അപ്പോൾ GKS റെഡ്ഡി സാഹിബിൻ്റെ മെയിൻ ഒരേ ടൈം ട്രെയിനിങ് ചെയ്ത പാർട്ടി അവർ, റെഡ്ഡി സാബ് ആൻഡ്രൂ സാബ്. അപ്പോൾ റെഡ്ഡി സാബ് നേരെ ആൻഡ്രൂ സാബായിട്ട് ഫോണിൽ സംസാരിച്ച് അയച്ചോളാൻ പറഞ്ഞു, ഇവിടെ അറ്റാച്ച് ഏറ്റെടുത്തോളാം, ആളിനെ അയച്ചോളാൻ പറഞ്ഞു. എനിക്ക് അപ്പോൾ തന്നെ റെക്കോർഡിലേക്ക് ലെറ്റർ അവർ സിഒ കൊടുത്ത് റെക്കോർഡ് ഓഫീസറിൻ്റെ അടുത്ത് നിന്ന് പെർമിഷൻ മേടിച്ച് എന്നെ പാലക്കാട് NCCക്ക് അറ്റാച്ച്മെൻറ്റ് ചെയ്തു. 27ലേക്ക് NCC. ഇവിടെ ഒരു 6 മാസത്തെ അറ്റാച്ച്മെൻറ്റ് വന്നു. അറ്റാച്ച്മെൻറ്റ് വന്നപ്പോഴാണ് അവിടെ ഷിലോങ്ങിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ സേനാ മെഡൽ ഡിക്ലെയറും ആയത്. ആഗസ്റ്റ് 15 ഇന്നപോലെ സേനാ മെഡൽ വന്നിട്ടുണ്ട് ഇന്നപോലെയാണെന്ന്. അപ്പോൾ അത് ഇവിടെ NCC വന്ന പിന്നെ അത് മേടിക്കാൻ ഉദംപൂർ പോകണമെന്ന് പറഞ്ഞു. അതായത് ഈ ആർട്ടിഫിഷ്യൽ കാല് വെച്ച് തിരിച്ച് ഷില്ലോങ് പോയ ശേഷമാണ് ഈ ഓഗസ്റ്റ് 15 വരുന്നത്. അപ്പോഴാണ് സേനാ മെഡല് റെക്കമെൻഡേഷൻ ആയത് വന്നത്. ഓക്കെ, ഗസ്റ്റിൽ വന്നപ്പോൾ ഇന്നപോലെ ഈ ആഗസ്റ്റ് 15 ഇന്നപോലെ ഗസ്റ്റിൽ ഇന്നപോലെ നാസറിനുണ്ട്, സേനാ മെഡലുണ്ട് പറഞ്ഞു. അപ്പോൾ അവിടെ കമാൻഡും സിഒ എല്ലാം വിളിച്ച് എല്ലാവരും ഇതെല്ലാം ചെയ്തു, ഇഷ്യൂ ചെയ്തു. അപ്പോഴേക്കും ഞാൻ ഇന്നപോലെ NCCക്ക് പോകണം സാർ, ഇന്നപോലെയാണ്. ശരി പൊയ്ക്കൊന്നും ഇപ്പോഴേലും കുഴപ്പമൊന്നുമില്ല, മെഡൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ തിരഞ്ഞു വന്നോളും പറഞ്ഞു. അവിടുത്തെ കമാൻഡ് ആ ടൈമിലുണ്ടായിരുന്നു. ഇവിടെ വന്നു ആൻഡ്രൂ സാബ് ഇവിടെ ഇത് ചെയ്തു, അറ്റാച്ച് ചെയ്തു. വീട്ടിലായിരുന്നു. ആഴ്ചയിൽ 2 ദിവസം ഓഫീസിൽ പോകണം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, നടക്കാൻ പറ്റുന്നുണ്ട്, വീട്ടിൽ തന്നെ ഇരുന്ന് ഇതാവാൻ പാടില്ല, ജോലിക്ക് പോകാനുള്ളൊരു മാനസിക സ്ഥിതി ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ആഴ്ചയിൽ വേണമെങ്കിൽ എല്ലാ ദിവസവും വേണമെങ്കിൽ ഞാൻ വരാം സാർ, കാലത്ത് വരാം, ഉച്ചവരെ ഇരുന്നിട്ട് പോകാമല്ലോ. വേണ്ട, നീ 2 ദിവസം വന്നാൽ മതി, ഡെയിലി എനിക്ക് ഫോൺ ചെയ്യണം
നീ ഓക്കെ എന്നുള്ള ഫോൺ അറിയിക്കണം എന്ന്. ശരി സാബ് വന്നൊരു 6 മാസത്തോളം 5 മാസം 6 മാസം ഉണ്ടായിരുന്നല്ലോ ആൻഡ്രൂ സാബ് ഞാൻ വന്ന അറ്റാച്ച്മെൻറ്റ് കിട്ടിയതിന് ശേഷം. അപ്പോഴേക്കും പുള്ളി പോസ്റ്റിംഗ് പോയി. അതിനുശേഷം കറാത്ത് സാബ് വന്നു, വേറെ സിഒ സാബ് വന്നു. അപ്പോഴും അവർ അറ്റാച്ച് ചെയ്തു. റിന്യൂ ചെയ്തുകൊണ്ടിരുന്നു ഒരു 1.5 വർഷത്തോളം കൂടെ. പിന്നെ 99 ഇവിടെ നിന്ന് ഇത് ചെയ്തു, 10 മദ്രാസിക്ക്. ഒരു കാര്യം ചോദിച്ചോട്ടെ, സാർ ഈ കൃത്രിമമായിട്ട് കാല് വെച്ച ശേഷം സ്വയം നടക്കാനുള്ള അവസ്ഥയിൽ നിങ്ങൾ എത്തിയോ? സാർ അത് അവിടെ നിന്ന് ട്രെയിനിങ് ചെയ്തിട്ട് അയക്കും. അതിന്റെ ട്രെയിനിങ് അവിടെ പ്രത്യേകം തരുന്നുണ്ട്, നടക്കേണ്ടത്. അപ്പൊ നമുക്ക് സപ്പോർട്ടിംഗ് ഒന്നും വേണ്ട, സപ്പോർട്ടിംഗ് ഒന്നും വേണം. ഒരു വടി, ഒരു വാക്കി സ്റ്റിക്ക് മാത്രം മതി. ഓക്കെ. അത് അവിടെ നിന്ന് ട്രെയിനിങ് ചെയ്യിച്ചിട്ടേ ഔട്ട് ചെയ്യുള്ളൂ. പൂനെയിൽ ആർട്ടിഫിഷ്യൽ ലിംബ് സെന്ററിൽ പോയി അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് അളവെടുത്ത് കഴിഞ്ഞ് ഒരു ട്രയൽ കാല് തരും. ഫിനിഷ് ചെയ്യാതെ ഒരു ട്രയൽ കാല് തന്ന് അത് നടന്ന് ഡോക്ടർമാരുടെ മുന്നിൽ നമ്മൾ നടന്ന് കാണിക്കണം. എവിടെയും പൊട്ടാണ്ട് കാല്. ഇതെങ്ങനെയാണ്? ഇത് സ്പോഞ്ചാണോ? ഇത് സ്പോഞ്ച്, ഉള്ളിൽ റാഡ്. ആട്